ടോക്കിയോയിലെ ഒരു മഴയുള്ള രാത്രിയിൽ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും, സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കും. ഈ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് എന്താണ് ജീവിതത്തിന്റെ മീനിങ്, പർപ്പസ്, ഇവയെല്ലാം നമ്മൾ സംസാരിക്കുന്നത്. അവർ ലോകത്തിലെ പല ചരിത്രങ്ങളിലെയും പല തത്വചിന്തകരുടെയും ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലെയും എല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പറയുകയാണ്, വിക്ടർ ഫ്രാങ്കിലെ ലോഗോതെറാപ്പി ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും അഡ്വൈസ് സിറ്റുവേഷനിലും എങ്ങനെ സംതൃപ്തി കണ്ടെത്താമെന്നുള്ള അതിനെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരോഗ്യവും വേണം, സന്തോഷവും വേണം, ജീവിതത്തിൽ സംതൃപ്തിയും വേണം. അങ്ങനെയുള്ള ഏതെങ്കിലും ആശയം ലോകത്തിലുണ്ടോ? അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ തീരുമാനിക്കുക, നമുക്കിതിനെക്കുറിച്ച് പഠനം നടത്താം, നമുക്ക് ഗവേഷണം നടത്തി നോക്കാം. നമുക്കിതെല്ലാം പഠിച്ച ശേഷം ലോകത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ റിസർച്ച് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് രണ്ടുപേർ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് ബ്ലൂ സോൺസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ബ്ലൂ സോൺസ് എന്ന് പറയുന്നത് 5 സ്ഥലങ്ങളാണ് ലോകത്തിലെ ഏറ്റവും അധികം പ്രായമുള്ള, അതല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളുകൾ ജീവിക്കുന്ന സ്ഥലത്തെയാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ സോൺസിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സിൽ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത്. പിന്നീട് അവർ കുറെ കൂടി ചർച്ച നടത്തിയപ്പോൾ തീരുമാനിക്കുകയാണ്, കുറെ അധികം ആയുസ് ജീവിച്ചിരുന്നതുകൊണ്ട് കാര്യമില്ല, ഈ വയസ്സാകുമ്പോഴും ഏറ്റവും പ്രായം കൂടുന്നവരായാലും അവർക്ക് ആരോഗ്യമുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. അങ്ങനെ അവർ ഒരു ചിന്ത ഡെവലപ്പ് ചെയ്യുകയാണ്, ഒരു പുസ്തകം തയ്യാറാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രദേശമാണ് ഒക്കിനാവോ ഐലൻഡ്, ജാപ്പാനിലെ ഒക്കിനാവോ ഐലൻഡ്. അവർ ആദ്യം ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്, ആ ആശയത്തെ സംബന്ധിച്ചാണ് അവർ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, ഈ പുസ്തകം വളരെ പ്രചാരമുള്ള ഒരു പുസ്തകമാണ്, ഇക്കിഗായി എന്ന് പറയുന്ന പുസ്തകം. രണ്ടുപേർ കൂടി ചർച്ച ചെയ്ത രണ്ടുപേര് ഇവരാണ്. ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നാണ് അതിൻ്റെ സബ് ടൈറ്റിൽ. അത് ഹെക്ടർ ഗ്രേഷി ആൻഡ് ഫ്രാൻസിസി മെറേലിയസ്, ഈ രണ്ടുപേർ എഴുതിയ പുസ്തകമാണ്. വളരെ നല്ലൊരു പുസ്തകമാണ്, വളരെ ചെറിയ പുസ്തകം, വളരെ വലിയ അക്ഷരത്തിലാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് തീർച്ചയായും വായിക്കാനും ഒപ്പം അതിന് സന്തോഷം കണ്ടെത്തുവാനും സാധിക്കും. കാരണം ഈ പുസ്തകം എന്തുകൊണ്ടാണ് വായിക്കാൻ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷം ഒപ്പം ആരോഗ്യം, കുറേ നാൾ ജീവിച്ചിരിക്കാം, സന്തോഷത്തോടെ ജീവിച്ചിരിക്കാം, സംതൃപ്തിയോടെ ജീവിച്ചിരിക്കാം, ജീവിതത്തിലൊരു പർപ്പസ് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ ഇക്കിഗായി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹാപ്പിനെസ് ഓഫ് ഓൾവേസ് ബീങ് ബിസി, പ്രായമാകുമ്പോഴും ബിസി ആയിരിക്കുമ്പോഴും സന്തോഷമായിരിക്കുവാൻ സാധിക്കുക. ഇപ്പോൾ ഒക്കിനാവോ ഐലൻഡിന്റെ ഏറ്റവും നോർത്തേൺ എൻഡിലായിട്ടുള്ള പ്രദേശമാണ് ഒഗീമി എന്ന് പറയുന്ന സ്ഥലം. ഈ ഒഗീമിയിലാണ് ഏറ്റവും അധികം ആളുകൾ ഏറ്റവും ആയുസോടെയും ഒപ്പം തന്നെ സന്തോഷത്തോടെയും ജീവിക്കുന്നത്. 1,00,000 ആളുകളിൽ 24.55% ആളുകൾ 100 വയസ്സിൽ കൂടുതലുള്ളവരാണ്. ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അവിടെയുള്ള ആളുകൾ പ്രായമായ ശേഷം ഈ 100 വയസ്സാകുമ്പോഴും അവർ ആക്റ്റീവായി നടക്കുന്നു, ജോലി ചെയ്യുന്നു, രാവിലെയൊക്കെ പോയാൽ ജോഗി ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് പറയുന്നു. ഈ ഒഗീമിയിലെ ആളുകളാണ് ഏറ്റവും അധികം ആയുസ്സോടെ ജീവിക്കുന്ന, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകൾ. അതിന്റെ കാരണമാണ് ഇക്കിഗായി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇക്കിഗായി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ്, എല്ലാവർക്കും അറിയാം. ഫൈൻഡ് ദ പർപ്പസ്, അതല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാനുള്ള കാരണം, ഇതിനെക്കുറിച്ച് ഞാനും പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഈ പുസ്തകത്തിലേക്ക് ഒന്നുകൂടി പോകാൻ ആഗ്രഹിച്ചതിന്റെ കാരണം, ഈ പുസ്തകത്തിൽ ഈ ബ്ലൂ സോൺസ് എന്ന് പറയുന്ന പോലെ തന്നെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രായം കൂടുന്നു മനുഷ്യൻ, എന്തുകൊണ്ട് മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, ഇനി ഏറ്റവും അധികം ആരോഗ്യത്തോടെ ജീവിച്ച ആളുകളുടെ മനസ്ഥിതി എന്തായിരുന്നു, ജീവിത ശൈലി എന്തായിരുന്നു, അവരുടെ ഭക്ഷണങ്ങൾ എന്തായിരുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും റിസർച്ചിന്റെ ഭാഗമായിട്ട് ഈ ഒഗീമി ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരൊരു അനുഭവം, ഈ ഒഗീമി ഐലൻഡ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫ് ലോങ്വിറ്റി എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും അധികം കൂടുതൽ പ്രായത്തിലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന ഗ്രാമം, വില്ലേജ് ഓഫ് ലോങ്വിറ്റി അല്ലെങ്കിൽ ആയുർദൈർഘ്യത്തിന്റെ ഗ്രാമം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റി ഇവരെ വളരെ വാമായി, ഫ്രണ്ട്ലി ആയി സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഷിക്കു വാസു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഫ്രൂട്ട് അവിടെയുണ്ട്. പിന്നെ അവിടുത്തെ വാട്ടർ വളരെ പ്യൂരിറ്റിയാണ്. അപ്പോൾ ഇവർ ആദ്യം വിചാരിക്കുകയാണ് ഇവിടുത്തെ ഈ ഫ്രൂട്ടിന്റെ കൊണ്ടോ അതല്ലെങ്കിൽ ഈ വാട്ടർ പ്യൂരിറ്റി കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ആളുകൾ ഏറ്റവും അധികം ആയുസ്സോടെ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കമ്മ്യൂണിറ്റിയുമായി ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇതൊന്നും അല്ല കാരണം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബുങ്കായ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ ബുങ്കായ കമ്മ്യൂണിറ്റി വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു, വളരെ സന്തോഷത്തോടെ ഇടപെടുന്നു. ഇവർ
ആദ്യമായി കണ്ടതാണെങ്കിൽ കൂടെയും കുറേ നാളത്തെ പരിചയമുള്ള ആളുകളെ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അവരൊരു പ്രത്യേക കൾച്ചർ, ഒരു കസ്റ്റം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരാണ് ഇച്ചാരിബ കോഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് എവരി വൺ ലൈക്ക് എ ബ്രദർ ഈവൻ ഇഫ് യു ഹാവ് നെവർ മീറ്റ് ദം ബിഫോർ. നമ്മൾ ഒരിക്കലും അവരെ കണ്ടിട്ടില്ലെങ്കിൽ കൂടെയും നമുക്ക് ഇവരെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യണം, ഒരു ഫ്രണ്ടായി ട്രീറ്റ് ചെയ്യണം. അതാണ് അവരുടെ ആചാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് യുയി മാരു എന്ന ആശയം. എങ്ങനെ തങ്ങളുടെ ജോലികൾ, ടാസ്കുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി ലൈഫ് ഒരു ടീം വർക്കിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഈ ഒക്കിനാവ ഐലൻഡിൽ അല്ലെങ്കിൽ ഒഗീമി ഐലൻഡിലെ ഈ പറയുന്ന ബുങ്കായ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആളുകൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ചൊന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകത്തിലെ ആശയം മാത്രമല്ല, പല പുസ്തകങ്ങളെയും ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും കുറേ അധികം നാളെ ജീവിച്ചിരിക്കണമെന്ന്. ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാകില്ല, കാരണം വാർദ്ധക്യമെന്ന് കേൾക്കുമ്പോൾ തന്നെ രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഒറ്റപ്പെടലിനെക്കുറിച്ചും ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ നമുക്ക് സന്തോഷത്തോടെ കുറേ അധികം കാലം ജീവിക്കാൻ സാധിച്ചാലോ? അതിൽ തിരിച്ചു ചിന്തിച്ചു നോക്കൂ. നമുക്ക് കുറേ പ്രായമായി, പക്ഷേ നമുക്ക് ആരോഗ്യമില്ല, രോഗങ്ങളാണ്, ലോൺലിനെസ് ആണ്, എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഈ ഒരു കാര്യം വളരെ വളരെ അത്യാവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത് ഗവേഷണം നടത്തിയത്, ചർച്ച ചെയ്തത്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായും ഈ പുസ്തകം വായിക്കുക. ഈ പുസ്തകത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറെ കൂടി ആഴത്തിൽ പോകുവാൻ സാധിക്കും. അങ്ങനെ സന്തോഷമുള്ള ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഈ ദിവസം നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ് us aim for 10x growth through strong habits.